ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏറിൽ അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറിൽ നിൽക്കുകയാണ്. ഒരക്ഷരം പോലും തെറ്റിയില്ല. സിനിമാ മേഖലയെ ആക്രമിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇപ്പോഴാണ് പറയുന്നത് അന്വേഷിക്കട്ടെ. ആക്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിനിമാ മേഖല മാത്രമല്ല ഇത് ചെയ്യുന്നത്, ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം. വരുന്നത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ മേഖലയിലാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത്? നിങ്ങൾ പറയൂ. ഉത്തരം പറ. അത് അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുമോ? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സിദ്ദിഖ് രാജിവെച്ചത്? എന്നാ പിന്നെ സിദ്ദിഖ് രാജിവെക്കണ്ടല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. അമ്മ ശുദ്ധികലശം സിദ്ദിഖ് എന്തിനാണ് രാജിവെച്ചത്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങേരുടെ മാന്യതയാണ്. അയാളെ ആരോപണ വിധേയനായിട്ട് ഒരു വാർത്ത വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ സംഘടനയിൽ രാജ്യത്ത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. നടൻ സിദ്ദിഖിനെതിരെ മീറ്റു ആരോപിച്ച രേവതി സമ്പത്ത് എന്ന യുവതി കൂടുതൽ ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. നില തിയേറ്ററിൽ സുഖമായിരിക്കട്ടെ എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ കഴിഞ്ഞ ഉടൻ സിദ്ദിഖ് എന്നോട് ഒരു ഓഫറിനെ കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. ആദ്യം തന്നെ ഞാൻ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാണോ എന്നാണ് സിദ്ദിഖ് ചോദിച്ചത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ സാർ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ തിരികെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്റെ ആവശ്യങ്ങൾ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ സെക്ഷുവൽ ഫാന്റസികൾ എന്നോട് ഷെയർ ചെയ്തു. ഈ രീതിയിലുള്ള ആരോപണം വരുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് രാജിവെച്ചു. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? അമ്മ സംഘടന വെച്ചുകൊടുത്ത എത്ര വീടുകളുണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ വീട് വെച്ച കണക്കൊക്കെ ആരോടാണ് പറയുന്നത്? ധർമ്മജൻ കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ അതപ്പോ ഒറ്റ ഇതൊരു നടക്ക് പോണ മാതിരില്ല. പരിഹാസ്യമാകും, സമൂഹത്തിന് മുന്നിൽ പരിഹാസിക്കപ്പെടും. ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ 10,000 10,000 ഞങ്ങൾ കൊടുത്തു, വീട് വെച്ചു, എന്നിട്ട് ഞങ്ങൾ ഈ തോന്നിയാസം മുഴുവൻ ചോദിക്കും, നടത്തും. ആരും ചോദിക്കാൻ വരണ്ട. അതാണ് പറയുന്നത്. അതല്ല ഉദ്ദേശം. ആ വെച്ചു കൊടുത്ത വീടിനേക്കാളും എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു, എത്ര സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു, എത്ര പേർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അതൊന്നും നമ്മളുടെ കുറ്റമല്ല, ചിലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും. അതൊന്നും നമ്മളുടെ കുറ്റമല്ല, ചിലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ചത്തെറി പറയാണ്. അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കായൽ താഴ്ത്തും. നിങ്ങൾക്ക് എന്ത് നിലപാടുണ്ട്, എന്ത് ധാർമ്മികതയുണ്ട് ഇത് പറയാൻ? ഞാൻ അച്ഛന്റെ മോന് ഒരു അമ്മയുടെ മോനും പിറന്ന ആളാണ്. നീ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. നിന്റെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ സംസാരിക്കണം. നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം. ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല എന്നാ കേട്ടോ. മലയാള സിനിമ ഉള്ളോടത്തോളം കാലം വരെ ഈ കാരോത്തുപടി ചന്ദ്രൻ അന്തസ്സായിട്ട് ജീവിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ പോവാൻ പോയിട്ടാണ്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.